നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ചവറ കരുത്തുറയിൽ കടൽ കയറ്റം. അയ്യാറി മണൽ ഖനനം നടത്തുന്ന പ്രദേശത്താണ് കടൽ കയറ്റം രൂക്ഷം. 3 വീടുകൾ അപകടാവസ്ഥയിൽ. 40 മീറ്ററോളം ഭാഗം കടലെടുത്തു. കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. ശാസ്താംകോട്ട പോരുവഴിയിൽ മരം വീണ് പിക്കപ്പ് വാൻ തകർന്നു. വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. അഞ്ചലിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. സ്ത്രീകൾ ലോകത്തെയും ജീവിതത്തെയും കാണുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വനിതാ ചലച്ചിത്രമേള ഉപകരിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. സിനിമ സാമൂഹിക ചരിത്രത്തിന്റെ ദൃശ്യരേഖയാണെന്നും മന്ത്രി. കൊട്ടാരക്കരയിൽ വനിതാ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തുടക്കം. ചോർന്നൊലിച്ച് ചവറ മിനി സിവിൽ സ്റ്റേഷൻ. കെട്ടിടത്തിന് മുകളിൽ നിന്നുള്ള വെള്ളം വിവിധ ഓഫീസുകളിലേക്ക് ഒലിച്ചിറങ്ങുന്നു. വെള്ളക്കെട്ട് ഓഫീസുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ചവറ കരുത്തുറയിൽ കടൽ കയറ്റം. അയ്യാറി മണൽ ഖനനം നടത്തുന്ന പ്രദേശത്താണ് കടൽ കയറ്റം രൂക്ഷം. 3 വീടുകൾ അപകടാവസ്ഥയിൽ. 40 മീറ്ററോളം ഭാഗം കടലെടുത്തു. ചവറ ഗ്രാമപഞ്ചായത്തിലെ കരുത്തറയിലാണ് കടൽ കയറ്റം രൂക്ഷമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മുതലാണ് കടൽ കയറ്റം ആരംഭിച്ചത്. 3ഓളം വീടുകൾ ഇവിടെ അപകട ഭീഷണിയിലാണ്. ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ ഉറക്കമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഈ 2 കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു പേടിച്ചാണ് ഇന്നലെ ഞങ്ങൾ മൊത്തം ഇവിടെ ഇരുന്നത്. ഈ രാത്രി ഈ നേതാക്കന്മാർ എല്ലാവരും രാവിലെ ആയപ്പോഴാണ് അവരെല്ലാവരും ഇതറിഞ്ഞു വന്നത്. അയ്യാറിക്കാരും എല്ലാവരും വന്ന് അവിടെ നിന്ന് ജനങ്ങൾക്ക് ചോദിച്ചിട്ട് പോകുന്നതെന്നല്ലാതെ ഞങ്ങൾക്കാരും വന്ന് ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ സന്ധ്യ മുതൽ തന്നെ ഈ നിമിഷം വരെ ഞങ്ങൾ പേടിയിലാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു പോലും ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. കരിത്തറയ്ക്ക് സമീപം അയ്യാറി മണൽ ഖനനം നടക്കുന്ന പ്രദേശത്തോട് ചേർന്നാണ് കടൽ കയറ്റം ഉണ്ടായത്. 40 മീറ്ററോളം ഭാഗം കടലെടുത്തു. അയ്യാറി ഈ ഭാഗത്ത് JCB ഉപയോഗിച്ച് മണൽ ഖനനം നടത്തി വരികയാണ്. തീരത്തോട് ചേർന്ന ഭാഗത്ത് കടൽ ഭിത്തി ഉണ്ടെങ്കിലും ഇത് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സ്ഥിതിയാണ്. സമീപത്തുണ്ടായിരുന്ന ബണ്ട് പൂർണ്ണമായും കടലെടുത്തു. ഇതോടെയാണ് വീടുകൾ അപകട ഭീഷണിയിലായത്. ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് വശത്ത് തിട്ട കെട്ടി വെച്ചിരിക്കുന്നു. തിട്ട കെട്ടി വെച്ചിരുന്ന തിട്ട മണ്ണെടുത്ത ഇപ്പുറത്തോട്ട് കടല് കയറാൻ തുടങ്ങി. അങ്ങനെയാണ് സംഭവിച്ചത്. ഞങ്ങളൊക്കെ ഞങ്ങൾ 3 വീട്ടുകാരാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഈ പടിഞ്ഞാറ് വശത്ത് ഞങ്ങൾ 3 വീട്ടുകാരല്ലാതെ വേറെ വീട്ടുകാരില്ല. കിഴക്കോട്ടാണ് പിന്നെ താമസക്കാർ. ഈ 3 വീട്ടുകാരെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും സംരക്ഷണം തരണം. ഇല്ല ഞങ്ങൾ കടലിനകത്ത് കിടക്കും. ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ 23 വർഷമായി അയ്യാറിക്ക് കൊടുത്തിട്ട്. ഈ 23 വർഷം കൊണ്ട് ഞങ്ങൾ വാടകയ്ക്ക് ഇവിടെ കിടക്കുക. ഞങ്ങൾക്ക് ഇതുവരെ സ്ഥലം തന്നിട്ടില്ല. ഞങ്ങൾ നടന്ന് കുഴഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്ഥലം തരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ MLAയും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. ഇതേസമയം മണൽച്ചാക്കുകൾ അടുക്കി തിട്ട ബലപ്പെടുത്താമെന്നാണ് അയ്യാറി അധികൃതർ പറയുന്നത്. എന്നാൽ ഇതിനുള്ള പ്രവൃത്തികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. അപകടാവസ്ഥയിലായ വീട്ടുകാർക്ക് താൽക്കാലിക പുനരധിവാസം ഒരുക്കാമെന്നും അയ്യാറി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കൊല്ലം DCC ഹാളിലായിരുന്നു പരിപാടി. സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. DCC ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാരെ കബളിപ്പിച്ച് 118 മാസത്തെ ക്ഷാമാശ്വാസ കുടിശ്ശിക പിണറായി സർക്കാർ കവർന്നെടുത്തിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഓരോ വർഷവും 2025 ഒരു ഗഡു കൊടുത്തു, 2000 ഗഡു വരാൻ പോവുക കേന്ദ്രത്തിൽ. ഓരോ സാമ്പത്തിക ഓരോ കലണ്ടർ ഇയറിലും 2 ഗഡു ക്ഷാമാശ്വാസം കേന്ദ്രം പ്രഖ്യാപിക്കുന്നുണ്ട്. ഇവിടെ 2 ഗഡു കൊടുത്താൽ പോലും ഈ 6 ഗഡു അപ്പോഴും ബാക്കിയായി കിടക്കും. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി വ്യക്തമാക്കിയതും അതേ നിലപാട് തന്നെയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനകാര്യമന്ത്രി പറഞ്ഞത്. ഓരോ വർഷവും ഈ 2 ഗഡു ക്ഷാമാശ്വാസം കൊടുത്ത് ഈ ക്ഷാമാശ്വാസം കുടിച്ചു ക്ഷാമാശ്വാസം തന്നു. 3 ഗഡു ക്ഷാമാശ്വാസം തുടർ ഭരണം ലഭിച്ചപ്പോൾ 2021 2 ഗഡു, 2022 1 ഗഡു 3% അടക്കം 3, 2, 5, 3, 8% ക്ഷാമാശ്വാസം നൽകിയെങ്കിലും
അതിന്റെ കുടിശ്ശിക 118 മാസത്തെ കുടിശ്ശിക ഈ സർക്കാർ കവർന്നെടുത്തിരിക്കുകയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ ഗുരുക്കൾ സംഘടനാ പ്രവർത്തനം താഴെത്തട്ടിൽ എന്ന വിഷയം അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി മധുസൂദനൻ 2025 ലക്ഷ്യം 1 ലക്ഷം അംഗങ്ങൾ എന്ന വിഷയവും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് വാര്യത്ത് മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. സി ഗോപിനാഥ് പണിക്കർ, കോട്ടത്തല മോഹനൻ, കെ സി വരദരാജൻ പിള്ള, എം സുജയ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. CPI അഞ്ചൽ മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ദീപശിഖ റാലി നടന്നു. ഏരൂരിലെ PK ശ്രീനിവാസൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ് ദീപശിഖ റാലി ആരംഭിച്ചത്. 25-ന് പ്രതിനിധി സമ്മേളനം നടക്കും. CPI അഞ്ചൽ മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. 3 ദിവസത്തെ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ദീപശിഖ റാലി നടന്നു. ഏരൂരിലെ PK ശ്രീനിവാസൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ് ദീപശിഖ റാലി ആരംഭിച്ചത്. ASF മണ്ഡലം സെക്രട്ടറി P ശിവപ്രസാദ് ജാഥ ക്യാപ്റ്റനായിരുന്നു. CPIയുടെ അഞ്ചൽ മണ്ഡല സമ്മേളനം നാളെ ആരംഭിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി രാജ്യവ്യാപകമായി പാർട്ടിയുടെ ഘടക സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് CPIയുടെ മണ്ഡല സമ്മേളനവും നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഞ്ചൽ മണ്ഡലത്തിലെ ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചാണ് മണ്ഡല സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നത്. 243 പാർട്ടി ബ്രാഞ്ചുകളാണ് അഞ്ചൽ മണ്ഡലത്തിൽ CPIക്ക് ആകെയുള്ളത്. ഇടമുളയ്ക്കൽ, അഞ്ചൽ, അലയമൺ, ഏരൂർ, കുളത്തൂപ്പുഴ 5 പഞ്ചായത്തുകളിലായി 3398 പാർട്ടി അംഗങ്ങൾ ഈ 243 ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചു വരികയാണ്. ഈ ബ്രാഞ്ചുകളുടെ എല്ലാ സമ്മേളനം പൂർത്തീകരിച്ചു. 12 ലോക്കൽ കമ്മിറ്റികളാണ് പാർട്ടിക്ക് ഈ പഞ്ചായത്തുകളിലായി മണ്ഡലത്തിൻ്റെ പരിധിയിൽ നിലവിലുള്ളത്. 12 ലോക്കൽ സമ്മേളനങ്ങളും വിജയകരമായി ആവേശകരമായി പൂർത്തീകരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു. കൃഷ്ണപ്രിയ വൈസ് ക്യാപ്റ്റനും MB നസീർ ഡയറക്ടറുമാണ്. CPI മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ സമ്മേളന നഗരിൽ നിന്നും ദീപശിഖ ഏറ്റുവാങ്ങി. 25-ന് രാവിലെ 10-ന് പ്രതിനിധി സമ്മേളനം മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ജെ ചിഞ്ചുറാണി, CPI ജില്ലാ സെക്രട്ടറി PS സുബാൽ, സാം കെ ഡാനിയേൽ, അഡ്വക്കേറ്റ് MS താര തുടങ്ങിയവർ പങ്കെടുക്കും. ഈ സമ്മേളന പരിപാടി വിജയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സംഘാടക സമിതി പാർട്ടി രൂപീകരിച്ചിരുന്നു. ആ സംഘാടക സമിതിയുടെ ചെയർമാനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡല സെക്രട്ടേറിയറ്റ് അംഗവും അഖിലേന്ത്യാ കിസാൻ സഭയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ലെനു ജമാലാണ് പ്രവർത്തിക്കുന്നത്. സംഘാടക സമിതി കൺവീനറായി പാർട്ടിയുടെ നേതാവും മണ്ഡല സെക്രട്ടേറിയറ്റ് അംഗവുമായ സഖാവ് C ഹരിയാണ് പ്രവർത്തിക്കുന്നത്. ആ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ അഞ്ചലത്തെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, ബഹുജന സംഘടനയുടെ ഭാരവാഹികൾ, ഈ അഞ്ചൽ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള സഖാക്കൾ ഒരു ടീമായി ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു. കേരള വിഷൻ, സൗത്ത് വിഷൻ ഉപയോക്താക്കളിലെ വിദ്യാർത്ഥികളിൽ നിന്നും അവാർഡിനായി അപേക്ഷകൾ ക്ഷണിച്ചു. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അവസാന ദിവസം ജൂൺ 2. സൗത്ത് വിഷൻ സ്റ്റുഡൻറ് സ്റ്റാർ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അവാർഡ് നൽകി അനുമോദിക്കുന്നത്. കേരള വിഷൻ, സൗത്ത് വിഷൻ ഉപഭോക്താക്കളിലെ വിദ്യാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിച്ചത്. അപേക്ഷകൾ ഓൺലൈനായാണ് നൽകേണ്ടത്. അപേക്ഷാ ഫോറം സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തോ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററിൽ നിന്നോ ലഭ്യമാകും. ജൂൺ 2 അവസാന തീയതി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശക്തമായ കാറ്റിനെ തുടർന്ന് കൂറ്റൻ മരം കടപുഴകി വീണു. മരത്തിനടിയിൽപ്പെട്ട് വാഹനം പൂർണ്ണമായി തകർന്നു. ട്രാൻസ്ഫോമറിനും കേടുപാടുകൾ സംഭവിച്ചു. പ്രദേശത്ത് വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലച്ചു. പോരുവഴി വള്ളിത്തുണ്ടിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം.
ശക്തമായ കാറ്റിലാണ് കൂറ്റൻ മരം കടപുഴകി വീണത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് പോരുവഴി വള്ളിത്തുണ്ടിലായിരുന്നു സംഭവം. മരത്തിനടിയിൽപ്പെട്ട വാഹനം പൂർണ്ണമായി തകർന്നു. ട്രാൻസ്ഫോമറിനും കേടുപാടുകൾ സംഭവിച്ചു. ഇതോടെ പ്രദേശത്ത് വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു. റോഡിനും KIP കനാലിനും കുറുകെയാണ് മരം കടപുഴകി വീണത്. സമീപത്തെ കടകളിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും അപായമുണ്ടായില്ല. സമീപത്തുണ്ടായിരുന്ന പിക്കപ്പ് വാനിനും ട്രാൻസ്ഫോമറിനും മുകളിലേക്കാണ് മരം കടപുഴകിയത്. ഇതോടെ വാഹനം പൂർണ്ണമായി തകർന്നു. വൈദ്യുതി കമ്പികൾ പൊട്ടി റോഡിൽ വീണു. KSEB അധികൃതർ എത്തിയാണ് അപകടം ഒഴിവാക്കിയത്. ശാസ്താംകോട്ടയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന യൂണിറ്റാണ് മരം മുറിച്ചു നീക്കിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ശക്തമായ മഴയിൽ കൊല്ലം അഞ്ചലിലും പരിസരത്തും വ്യാപക നാശം. ഇടമുളക്കലിൽ മതിൽ ഇടിഞ്ഞു വീണു. ഇടമുളക്കൽ സ്വദേശി ഷിഹാബുദ്ദീന്റെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത്. ശക്തമായ മഴയിൽ കൊല്ലം അഞ്ചലിലും പരിസരത്തുമാണ് വ്യാപക നാശനഷ്ടമുണ്ടായത്. ഇടമുളക്കലിൽ മതിലിടിഞ്ഞു വീണു. ഇടമുളക്കൽ സ്വദേശി ഷിഹാബുദ്ദീന്റെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത്. ആളപായമില്ല. പുലർച്ചെ 5 മണിയോടെയാണ് മതിൽ ഇടിഞ്ഞു വീണത്. മഴ പ്രദേശത്ത് ശക്തമായി തുടരുകയാണ്. മരശിഖരങ്ങൾ വീണ് പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറായി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളവും കയറി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചവറ ബ്ലോക്ക് മൊബൈൽ വെറ്റിനറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. കർഷകരുടെ വീട്ടുപടിക്കൽ മൃഗചികിത്സാ സേവനം ലഭ്യമാക്കുന്നതിനായാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. 1962 എന്ന ടോൾ ഫ്രീ കേന്ദ്രീകൃത കോൾ സെന്റർ സംവിധാനത്തിലൂടെയാണ് സേവനം ലഭിക്കുന്നത്. കർഷകരുടെ വീട്ടുപടിക്കൽ മൃഗചികിത്സാ സേവനം ലഭ്യമാക്കുന്നതിനായാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റുകൾ ആരംഭിച്ചത്. 1962 എന്ന ടോൾ ഫ്രീ നമ്പറിലുള്ള കേന്ദ്രീകൃത കോൾ സെന്റർ സംവിധാനത്തിലൂടെയാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റുകളുടെ സേവനം കർഷകരുടെ വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്നത്. ചവറ ബ്ലോക്കിലും മൊബൈൽ വെറ്റിനറി യൂണിറ്റ് ആരംഭിച്ചു. അരനെല്ലൂർ വെറ്റിനറി പോളിക്ലിനിക്കിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA വെറ്റിനറി യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതുതന്നെയാണ് തൊട്ടപ്പുറത്ത് ഇനി വരാൻ പോകുന്ന പന്മന പഞ്ചായത്തിൽ ആയുർവേദ ഹോസ്പിറ്റലും. കൂടുതൽ പേര് വരുന്നത് കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി എന്നുള്ളവരാണ്. അവിടെ പിഴിച്ചിലും ഒക്കെ ബുക്കിംഗ് റൂംസിനൊക്കെ ബുക്കിങ്ങാണ്. ചിലവ് മുഴുവൻ പഞ്ചായത്തിൻ്റെത്. അപ്പോൾ മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്നും ഉള്ള ആൾക്കാരുടെ കൂടി ചികിത്സ അതിവിടെ ബ്ലോക്ക് പഞ്ചായത്തിന് അത് സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ് നേരത്തെ ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ആകാംക്ഷയായിട്ടോ ഒക്കെ തന്നെ നേരത്തെ പ്രകടിപ്പിക്കുകയുണ്ടായത്. അപ്പോൾ അതെല്ലാവരും നേരത്തെ അജിസാറ് പറഞ്ഞ കണക്ക് ഓരോ പഞ്ചായത്തുകൾ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ പദ്ധതി സ്മൂത്തായിട്ട് റൺ ചെയ്യുവാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ കാണാത്ത ഒരുപാട് എക്സ്പെൻസസുകൾ ഇതിനകത്ത് വരാം. മരുന്നുകൾക്ക് മാത്രമല്ല മറ്റ് എക്സ്പെൻസസുകൾ ഒക്കെ ഇതിനകത്ത് വരാം. അപ്പോൾ അതുകൊണ്ട് ഒരു കോർപ്പസ് ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിൽ അധ്യക്ഷത വഹിച്ചു. ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് ആശ്വാസകരമാകാൻ ഈ പദ്ധതിക്ക് കഴിയും എന്നുള്ളതാണ് നമ്മുടെ എല്ലാം വിശ്വാസം. എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അന്ന് വെറ്റിനറി ഈ ഹോസ്പിറ്റലിന്റെ ചുമതല ഉണ്ടായിരുന്ന പ്രമോദ് സാർ നിർദ്ദേശിച്ചതനുസരിച്ച് നമ്മൾ അഡ്വാൻസ് ചെയ്ത് തന്നെ ഇതിനുള്ള മെഡിസിൻ ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുകളുടെ ഭാഗമായി തുക വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്റെ ദൈനംദിന ചിലവുകളിലേക്ക് അതിന്റെ പെട്രോൾ അടക്കം ആവശ്യമായിട്ടുള്ള ചിലവുകളിലേക്ക് നിർവഹിക്കപ്പെടേണ്ടത് ബ്ലോക്ക് പഞ്ചായത്താണ്. സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സോമി തോമസ് സ്വാഗതം പറഞ്ഞു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ അജിത്ത് AL പദ്ധതി വിശദീകരിച്ചു. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഗീതാകുമാരി, ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ, ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസന്നൻ ഉണ്ണിത്താൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജ്ജി അനിൽ, തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ്നാത്തയ്യത്ത്, നിഷ സുനീഷ്, ജിജി, തേവലക്കര പഞ്ചായത്ത് അംഗം അൻസാർ മുഹമ്മദ്, മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഷീബ P ബേബി, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ പ്രമോദ് S, അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ ഡോക്ടർ സിനിൽ കുമാർ, ഡോക്ടർ ബിന്ദു R, ഡോക്ടർ സിനി KR എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ഈ മാസം 31-ന് പോലീസ് സേനയിൽ നിന്നും വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കൊല്ലത്ത് യാത്രയയപ്പ് നൽകി. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് കൊല്ലം സിറ്റിയിലെ ഉദ്യോഗസ്ഥർക്കാണ് യാത്രയയപ്പ് നൽകിയത്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് കൊല്ലം സിറ്റിയിലെ സബ് ഇൻസ്പെക്ടർമാരായ രാജു C, ശിവജി K, സുനിൽകുമാർ KN, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിനോദ് R എന്നിവർക്കാണ് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകിയത്. കൊല്ലം പോലീസ് ക്ലബിലായിരുന്നു ചടങ്ങ്. സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് തിരുവനന്തപുരം റേഞ്ച് SP പ്രതാപൻ നായർ ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് ഉപഹാരം നൽകി. നമ്മൾ ആരും ആക്ഷൻ ഹീറോ ബിജുമാരല്ല. അതൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ. നമുക്കൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ, നമ്മുടെ കോൺസ്റ്റാബിലറിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ മുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഞാൻ ആ കേസ് പിടിച്ചു ഈ കേസ് പിടിച്ചു എന്ന് അവകാശപ്പെടാൻ പറ്റും. നമ്മുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥർ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഞാൻ നല്ല രീതിയിൽ ജോലി ചെയ്തു
എൻ്റെ സംതൃപ്തിയോടുകൂടി പടിയിറങ്ങുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുമാണ് അതിൻ്റെ ഓരോ ഇഷ്ടികയായി പ്രവർത്തിച്ചു. അതുകൊണ്ട് ഇത് ഒരു വിടവാങ്ങൽ ചടങ്ങല്ല, ഇതൊരു താങ്ക്സ് ഗിവിംഗ് ചടങ്ങായിട്ടാണ് ഞാൻ കരുതുന്നത്. എൻ്റെ നന്ദി നിങ്ങളെ അറിയിക്കാം. ഈ മാസം 31 വിരമിക്കുന്ന SP പ്രതാപൻ നായർക്കും കൊല്ലം സിറ്റി ഉപഹാരം സമ്മാനിച്ചു. SSB കൊല്ലം സിറ്റി DYSP അഭിലാഷ് A അധ്യക്ഷത വഹിച്ചു. സബ് ഇൻസ്പെക്ടർമാരായ ശ്രീകുമാർ, രാജേഷ്, സുനിൽകുമാർ CR, വിജിമോൻ, SBI രാജേഷ് R, KPOA കൊല്ലം സിറ്റി ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ, സെക്രട്ടറി ജിജു C നായർ, ജില്ലാ സെക്രട്ടറി വിമൽകുമാർ, കൊല്ലം പോലീസ് സൊസൈറ്റി സെക്രട്ടറി SR ഷിനോദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്ത്രീകൾ ലോകത്തെയും ജീവിതത്തെയും കാണുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വനിതാ ചലച്ചിത്രമേള ഉപകരിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചിട്ടുള്ള വനിതാ രാജ്യാന്തര ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിനിമ സാമൂഹിക ചരിത്രത്തിന്റെ ദൃശ്യരേഖയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചരിത്രം ലോകത്തിന് മുന്നിലേക്ക് തുറന്നു വെച്ചത് ചരിത്ര പുസ്തകങ്ങൾ മാത്രമല്ല, സാഹിത്യം ഒരു കാലത്തെ സമഗ്രമായി രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനെ ദൃശ്യവൽക്കരിച്ച് എല്ലാ കാലത്തേക്കും സൂക്ഷിക്കാൻ കെൽപ്പുള്ള തരത്തിൽ അടയാളപ്പെടുത്തുന്നത് ചലച്ചിത്രമാണ്. യന്ത്രവൽക്കരണം എങ്ങനെ മനുഷ്യനെ മാറ്റിമറിച്ചെന്ന് ചാപ്ലിൻ മോഡേൺ ടൈംസിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഏതൊരു കാലത്തെയും ദേശം, ഭാഷ, ഭക്ഷണം, മനുഷ്യജീവിതത്തിന്റെ സംഘർഷങ്ങൾ എന്നിവയെ ചലച്ചിത്രം ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നുവെന്നും മന്ത്രി KN ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 25 വരെ കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചിട്ടുള്ള വനിതാ രാജ്യാന്തര ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊട്ടാരക്കരയിലെ സിനിമാ പ്രേമികൾക്ക് മികച്ച തിയേറ്റർ അനുഭവം നൽകുന്നതിന് സിനി കോംപ്ലക്സ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. കൊട്ടാരക്കരയ്ക്ക് സിനിമയുമായി വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് സിനി കോംപ്ലക്സ് കൊട്ടാരക്കരയിൽ വേണം എന്ന ഒരു ആലോചന നടത്തുന്നുണ്ട്. അത് ഏകദേശം സ്ഥലം കണ്ടു. ഞാനിപ്പോൾ നമ്മുടെ വിട്ടുപിരിഞ്ഞ ഷാജിയൻ കരുൺ സാറിനെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. അദ്ദേഹം KSFDCയുടെ ചെയർമാനായിരുന്നു. അദ്ദേഹം വയ്യാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊട്ടാരക്കരയിൽ വന്നിരുന്ന ഒരു സ്ഥലം നമ്മുടെ ഇവിടെ അടുത്താണ്. ഈ NHന്റെ സൈഡിൽ തന്നെയുള്ള ഒരു 1.5 ഏക്കർ 2 ഏക്കർ സ്ഥലം, 1.5 ഏക്കർ സ്ഥലം നമ്മൾ കണ്ടെത്തി. നമ്മുടെ റവന്യൂ വകുപ്പിൻ്റെ കയ്യിലാണ്. ആ സ്ഥലത്ത് ഒരു തിയേറ്റർ കോംപ്ലക്സ് പണിയുന്നതിനെ പറ്റി ചർച്ച ചെയ്തു അദ്ദേഹമായിട്ട്. അവിടെ നമ്മുടെ കൊട്ടാരക്കരയോട് ചേർന്ന് ഒരു സിനി കോംപ്ലക്സ് വരാനുള്ള സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരക്കര മിനർവ തിയേറ്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് K ഉണ്ണികൃഷ്ണമേനോൻ അധ്യക്ഷത വഹിച്ചു. പിന്നണി ഗാനരംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ ഗായിക ലതികയെ മന്ത്രി KN ബാലഗോപാൽ ആദരിച്ചു. ചലച്ചിത്ര താരം ആർഷ ചാന്ദിനി ബൈജു അതിഥിയായി പങ്കെടുത്തു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാൽ സംവിധായിക വിധു വിൻസെന്റിന് നൽകി നിർവഹിച്ചു. ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗം കുക്കു പരമേശ്വരൻ സംവിധായിക ശിവരഞ്ജനിക്ക് നൽകിയാണ് പ്രകാശനം ചെയ്തത്. സംവിധായിക ശോഭന പടിഞ്ഞാറ്റിൽ, ചലച്ചിത്ര നിർമ്മാതാവും സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ഡയറക്ടറുമായ അനിൽ അമ്പലക്കര, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് യുവതി ജില്ലാ കോർഡിനേറ്റർ മീര S മോഹൻ, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C അജോയി, ഫെസ്റ്റിവൽ കോർഡിനേറ്റർ V സുദേശൻ എന്നിവർ പങ്കെടുത്തു. പായൽ കപാടിയായുടെ ഓൾ വി ഇമാജിനസ് ലൈറ്റ് ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു. 24 സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ശാരീരിക പരിമിതികളിലും സുബിലാലിന് തുണയാകാൻ ശാന്ത കൂട്ടിനായെത്തി. ഓച്ചിറ പരബ്രഹ്മത്തെ സാക്ഷിയാക്കിയാണ് ഇരുവരും പുതുജീവിതത്തിലേക്ക് കടന്നത്. അസ്ഥി പൊടിയുന്ന രോഗമുള്ള സുബിലാൽ ഓച്ചിറ പടനിലത്തെ ലോട്ടറി കച്ചവടക്കാരനായിരുന്നു. ഇപ്പോൾ തഴവ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരനാണ്. മൈനാഗപ്പള്ളി കോവൂർ സ്വദേശിനിയാണ് ജീവിതസഖിയായ ശാന്ത. ഒപ്പമൊരു കൂട്ടുവേണമെന്ന് സുബിലാൽ ആഗ്രഹിച്ചിരുന്നു. തന്റെ ശാരീരിക പരിമിതികൾ കൊണ്ട് പലരും ഇതിന് തയ്യാറായില്ല. ഒടുവിൽ ഒരു നിയോഗം പോലെ തന്റെ സുഹൃത്തു വഴിയാണ് മൈനാഗപ്പള്ളി സ്വദേശിയായ ശാന്തയെ സുബിലാൽ പരിചയപ്പെടുന്നത്. പിന്നീട് ശാന്ത തന്റെ പരിമിതികൾ മനസ്സിലാക്കി തന്നെ സുബിലാലിന്റെ ജീവിതത്തിലേക്ക് എത്തുകയായിരുന്നു. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ വെച്ചാണ് സുബിലാൽ ശാന്തയെ താലി ചാർത്തിയത്. CR മഹേഷ് MLA ഉൾപ്പെടെയുള്ളവർ നവദമ്പതികളെ അനുഗ്രഹിക്കാനെത്തിയിരുന്നു. ഓച്ചിറ
പരബ്രഹ്മത്തിൻ്റെ ഒരു സന്തതി എന്ന് വേണം പറയുവാൻ. ഇവിടെ പരബ്രഹ്മത്തിൻ്റെ മണ്ണിൽ വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് പരിചിതനാണ് പ്രിയപ്പെട്ട സുബിലാൽ. ജന്മന കുറച്ചധികം കഴിവുള്ള ഭിന്നശേഷിയുള്ള പ്രിയപ്പെട്ട സുബിലാൽ ഒരു പെൺകുട്ടി സ്നേഹം കൊണ്ട് ആ കഴിവുകളെല്ലാം ആ ഭിന്നശേഷിയെല്ലാം മറികടന്നുകൊണ്ട് ഇഷ്ടപ്പെട്ട് ഈ പരബ്രഹ്മത്തിൻ്റെ മണ്ണിൽ വെച്ച് തന്നെ സുബിലാലിൻ്റെ വിവാഹം വളരെ ഗംഭീരമായി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സന്തോഷകരമായ മുഹൂർത്തത്തിൽ നടന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരനും പ്രിയപ്പെട്ട സഹോദരിക്കും എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരുന്നു. 39-കാരനാണ് തഴവ സ്വദേശിയായ സുബിലാൽ. ഓച്ചിറ പടനിലത്ത് ലോട്ടറി കച്ചവടമായിരുന്നു തൊഴിൽ. ഇപ്പോൾ തഴവ ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്തു വരികയാണ്. എണ്ണമൊന്നുമില്ല. പിന്നെ എന്താ പറയുന്നത്, അതുപോലെ ഇത് പോളിയോ ജന്മന. പിന്നെ ലോട്ടറി കച്ചവടം ഇവിടെ ഉണ്ടായിരുന്നല്ലോ? ലോട്ടറി കച്ചവടം ഇവിടെയും നല്ലത് വീട്ടിലോട്ടുണ്ട്. ഇപ്പം ഹെൽത്തിലാണ് ജോലി. എത്ര നാളായി? അത് രണ്ടര വർഷം. അച്ഛൻ വാസുദേവൻ, അമ്മ സുപ്രഭ, സഹോദരി സുമി എന്നിവരടങ്ങുന്നതാണ് സുബിലാലിന്റെ കുടുംബം. ഇതിൽ പരം സന്തോഷം എനിക്ക് കിട്ടാനില്ല. സന്തോഷം ആഗ്രഹിച്ചിരുന്ന നിമിഷമാണ്. എന്താ പറയണം? കൂട്ടൊക്കെ ഉള്ള എല്ലാ ആഗ്രഹങ്ങളും അവനില്ലേ, അതെല്ലാം ദൈവത്തോട് പിന്നെ അതിനോട് ഒരുപാട് പറഞ്ഞതിന്റെ പേരിലാണ് ഉറപ്പിച്ചത് തന്നെ. 8 അംഗങ്ങളുള്ള കുടുംബത്തിലെ അംഗമാണ് ശാന്ത. 4 സഹോദരനും 4 സഹോദരിമാരും അമ്മയുമാണ് ഇപ്പോൾ കുടുംബത്തുള്ളത്. ശുഭപ്രതീക്ഷയോടെയാണ് ഇരുവരും പുതുജീവിതത്തിലേക്ക് കടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് പദ്ധതിയുടെ വിളവെടുപ്പ് നടത്തി. ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലായിരുന്നു കൃഷി. ചാത്തന്നൂർ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് പദ്ധതിയുടെ ഭാഗമായുള്ള വിളവെടുപ്പ് നടത്തിയത്. പാലവിള വാർഡിലെ സർഗം സംഘകൃഷി ഗ്രൂപ്പിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ചന്ദ്രകുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഷൈനി ജോയി അധ്യക്ഷത വഹിച്ചു. വിളവെടുപ്പ് മഹോത്സവത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിന്റെ നടീൽ ഉത്സവത്തെ ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിൽ വളരെ ഗംഭീരമായിട്ടാണ് ഇതിന്റെ നടീൽ ഉത്സവം നടന്നത്. 3 പേർ ചേരുന്ന ഈ ഒരു ഗ്രൂപ്പ് വളരെ ഭംഗിയായിട്ട് മണ്ണുമായി മൽപ്പിടുത്തം നടത്തി അതിനെ വിജയിപ്പിച്ച് അതിന്റെ വിളവെടുപ്പ് മഹോത്സവത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വിഷമില്ലാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അത് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി സർഗം JLG ഗ്രൂപ്പ് നടപ്പിലാക്കുന്ന ഈ ഒരു പ്രയത്നത്തിന് എല്ലാവിധമായ ആശംസകളും. വൈസ് പ്രസിഡന്റ് നിർമ്മല വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി അജയൻ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി സജീവ് കുമാർ, CDS ചെയർപേഴ്സൺ ലൈല, കൃഷി ഓഫീസർ മനോജ് ലൂക്കോസ്, അഗ്രികൾച്ചറൽ CRP സുനി ബോവസ്, ബ്ലോക്ക് കോർഡിനേറ്റർ രാഹുൽ, CDS അക്കൗണ്ടന്റ് ഷീജ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചോർന്നൊലിച്ച് ചവറ മിനി സിവിൽ സ്റ്റേഷൻ. കെട്ടിടത്തിന് മുകളിൽ നിന്നുള്ള വെള്ളം വിവിധ ഓഫീസുകളിലേക്ക് ഒലിച്ചിറങ്ങുകയാണ്. വെള്ളക്കെട്ട് ഓഫീസുകളുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നു. ശക്തമായി മഴ പെയ്താൽ ചവറ മിനി സിവിൽ സ്റ്റേഷന് മുകളിൽ നിന്നുള്ള വെള്ളം വിവിധ ഓഫീസുകളിൽ ഒലിച്ചിറങ്ങുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഓഫീസുകളുടെ പ്രവർത്തനം അവതാളത്തിലാക്കുന്നു. 2 നിലകളിലായി ICDS ഓഫീസ്, ചവറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, ക്ഷീരവികസന ഓഫീസ്, PWD ഓഫീസ് എന്നിവ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളമാണ്. ഇപ്പോൾ ഒരാഴ്ചക്ക് മുമ്പ് മഴ പെയ്തപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അപ്പം അതിന് ബന്ധപ്പെട്ടവരോട് പറഞ്ഞിട്ട് ഒരു പരിഹാരം ഉണ്ടായില്ല. ഇപ്പോഴും ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ സേഫ്റ്റി ഡോറുകളിൽ നിന്നൊക്കെ വെള്ളം വീണിട്ട് ഇവിടെ മൊത്തം മുഴുവൻ വെള്ളമാണ്. ഇവിടെ രാവിലെ മുതലേ
വെള്ളം കളയുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഉള്ള തത്രപ്പാടിലാണ്. മുകളിലോട്ടുള്ള പടിക്കെട്ടുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഓഫീസിലെത്തുന്ന വയോധികർ ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധിമുട്ടായി. മഴ പെയ്യുമ്പോൾ പടിക്കെട്ടുകൾ കയറിയ വയോധികൻ തെന്നിവീണ സംഭവമുണ്ടായി. മഴവെള്ളം ഒലിച്ചിറങ്ങുന്നതിനാൽ ഓഫീസുകളുടെ ചുമരുകളിൽ ഈർപ്പം നിലനിന്ന് ഭിത്തിക്ക് കേടുപാടുണ്ടാകാൻ സാധ്യതയേറെയാണ്. വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ തെന്നി വീഴാതിരിക്കാൻ ചാക്ക് നിരത്തി അതിൽ ചവിട്ടിയാണ് പലരും ഓഫീസിലെത്തുന്നത്. ട്രഷറിയെ സംബന്ധിച്ച് ഏറ്റവും പ്രായം ചെന്ന പെൻഷനേഴ്സാണ് വരുന്നത്. അതിനൊക്കെ വില്ലേജ് ഓഫീസിലായാലും കുട്ടികളായാലും ഇപ്പോൾ സ്കൂൾ തുറപ്പ് സമയമാണ്. അപ്പോൾ ഇവർ തെന്നി വീഴാനും ഈ പ്രായം ചെന്നവരുടെ കയ്യോ കാലോ കൂടിയാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടിയന്തരമായി ഇതിനൊരു നടപടി സ്വീകരിക്കേണ്ടതായി കാണുന്നു. ഇതെന്ത് എങ്ങനെയാണ് ഇത് വെള്ളം കയറാൻ? മഴ ഇപ്പം മേളത്തിൽ 2 നിലയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പല ഭാഗവും ഓപ്പണായി കിടക്കുന്നു. അത് സ്റ്റെയർ വഴി ഈ വെള്ളം ഒഴുകുമെന്ന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന താഴത്തെ നിലയിലാണ്. ഈ ഏറ്റവും താഴെയാണല്ലോ വെള്ളം എത്തുന്നത്. അതുകൊണ്ട് ഇതിന് അടിയന്തരമായിട്ടൊരു സ്ഥായിയായ പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ജീവനക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകും. മൊത്തത്തിൽ എത്ര ജീവനക്കാരുണ്ട്? ഏകദേശം 100 കൂടുതൽ ജീവനക്കാർ മാത്രം നമ്മുടെ ഈ 3 നിലകളായി ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്. 3ാമത്തെ നിലയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. രാത്രിയിൽ ശക്തമായി മഴ പെയ്യുന്ന ദിവസങ്ങളിൽ രാവിലെ എത്തുന്ന ജീവനക്കാർ കെട്ടിനിൽക്കുന്ന വെള്ളം കോരിക്കളഞ്ഞ ശേഷമേ ഓഫീസുകളുടെ പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കൂ. മാനദണ്ഡങ്ങൾ പാലിക്കാതെ 3ാം നിലയുടെ നിർമ്മാണം നടത്തുന്നതിനാലാണ് വെള്ളം അകത്തേക്ക് വരുന്നതെന്നാണ് ജീവനക്കാരും ഇവിടെ എത്തുന്നവരും പറയുന്നത്. മഴ ശക്തി പ്രാപിക്കുന്നതോടെ കൂടുതൽ വെള്ളം അകത്തേക്കിറങ്ങിയാൽ മിനി സിവിൽ സ്റ്റേഷൻ സമുച്ചയത്തിലെ ഓഫീസുകളുടെ പ്രവർത്തനം പൂർണ്ണമായും മുടങ്ങും. ന്യൂസ് ബ്യൂറോ, ചവറ. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് കൊല്ലത്ത് നടന്നു. കൊല്ലം സിറ്റി അഡീഷണൽ SP ജിജി എൻ കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. 2023-25 ബാച്ച് കേഡറ്റ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത്. ആറാമത്തെ പ്ലട്ടൂണിനെ നയിക്കുന്നത് ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ, SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, വിമലഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത്. ക്രിസ്തുരാജ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ ഓരോ സ്കൂളിൽ നിന്നുമുള്ള 2 പ്ലാറ്റൂണുകളാണ് പങ്കെടുത്തത്. കൊല്ലം സിറ്റി അഡീഷണൽ SPയും SPC ജില്ലാ നോഡൽ ഓഫീസറുമായ ജിജി എൻ സല്യൂട്ട് സ്വീകരിച്ചു. അവരുടെ പഠന രീതിയിൽ അച്ചടക്കം, മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ അച്ചടക്കം, സമൂഹത്തിൽ ഇറങ്ങി എങ്ങനെ പെരുമാറണം, ശരി ഏത് തെറ്റ് ഏത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, ഇനി തങ്ങളെ കൊണ്ട് ഈ രാജ്യത്തിന് എന്താണ് നൽകേണ്ടത് എന്നുള്ള ഒരു തികഞ്ഞ അറിവോടുകൂടിയാണ് ഇവർ വിജയിച്ച് പുറത്തേക്ക് വരുന്നത്, പാസിംഗ് ഔട്ട് ആകുന്നത്. ഈ മക്കൾ നമ്മുടെ രാജ്യത്തിന്റെ സ്വത്തായി ഒരു ശക്തമായ കരമായി മാറാൻ പോവുകയാണ്. നമ്മുടെ രാജ്യത്തില് എന്തു തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും, മയക്കുമരുന്നല്ല, കാലാവസ്ഥയുടെ പ്രതികൂലമോ സാമ്പത്തിക ദാരിദ്ര്യമോ എന്തു തന്നെ ഉണ്ടായാലും നമ്മൾ തികഞ്ഞ അച്ചടക്കത്തോടുകൂടി പരിശീലിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഒരു മുതൽക്കൂട്ടായി മാറും. കൊല്ലം ഈസ്റ്റ് ഇൻസ്പെക്ടർ SH അനിൽകുമാർ P, കൗൺസിലർ അഡ്വക്കേറ്റ് AK സവാദ, SPC അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ രാജേഷ് B, ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റോയിസ്റ്റൻ A, പ്രഥമാധ്യാപകൻ സുജിത്ത് AT തുടങ്ങിയവർ പങ്കെടുത്തു. പരേഡിൽ മികച്ച പ്രകടനം നടത്തിയ കേഡറ്റുകളെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാർ കടപ്പുറം വഴി ഓടിക്കാൻ ശ്രമിക്കവേ കാറിന്റെ ടയറുകൾ മണ്ണിൽ താഴ്ന്നു. കൊല്ലം മയ്യനാട് മുക്കം ബീച്ചിലായിരുന്നു സംഭവം. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് സാഹസികത കാണിക്കുകയായിരുന്നു കാറിലെത്തിയവർ. തിരമാലകളുടെ മുകളിലൂടെ വാഹനം ഓടിക്കാനുള്ള ശ്രമമാണ് കാർ മണ്ണിൽ താഴുവാൻ ഇടയാക്കിയത്. വാഹനത്തിന്റെ 4 ടയറുകളും മണ്ണിൽ താഴ്ന്നു. ഒപ്പം കൂറ്റൻ തിരമാലകളും കാറിലേക്ക് അടിച്ചു കയറി. കൊല്ലം മയ്യനാട് മുക്കം ബീച്ചിൽ കാർ കടപ്പുറം വഴി ഓടിക്കാൻ ശ്രമിക്കവെയാണ് കാറിന്റെ ടയറുകൾ മണ്ണിൽ താഴ്ന്നത്. വാഹനത്തിൽ ഉണ്ടായിരുന്നവർ പുറത്തിറങ്ങിയതുകൊണ്ട് രക്ഷപ്പെട്ടു.
ഈ സമയം ഇതുവഴി യാത്ര ചെയ്തവർ ഇരവിപുരം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇതിലേക്ക് വഴി വരുമ്പോഴത്തേക്ക് ഞാനും ഒന്നും കൂടെ മുക്കം വരെ ഒന്ന് പോകണമല്ലോ. വന്ന വഴിക്കാണെങ്കിൽ ഒരു കാറ് ഏതെങ്കിലും നമ്മളെ ഈ നാട്ടിൽ ഏതെങ്കിലും മണ്ടന്മാർ ചെയ്യുന്ന പണിയാണ്. കടലിൽ കൊണ്ട് അങ്ങനെ ഇറക്കും ഒരു മനുഷ്യൻ പോലും ഇറക്കത്തില്ല. ഈ പറയുന്ന ഒരു മനുഷ്യനും ഇറക്കാൻ കൊണ്ടുപോകുന്നു. ഇത്രയും മണ്ടന്മാരായിട്ടില്ല ഈ കാർ കൊണ്ടത് കടലിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഇത്രയും ജനങ്ങളും വന്ന് നോക്കി JCBയിലും വലിച്ചു കയറ്റാൻ വലിയ പാടാണ്. കാര്യം എപ്പോഴും വെള്ളം ഇറങ്ങി കയറി ഇരിക്കുന്നിടത്തില്ല. ഇച്ചിരി കൂടെ കരയിലോട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അത് എങ്ങനെയെങ്കിലും പൊക്കാന്ന് വെച്ചില്ല. ഇത് അവർ കൊണ്ടുവന്ന് ഈ ഇറക്കി പാറയുടെ ഇടയിലാണ് കിടക്കുന്നത്. പാറയുടെ ഇടയിൽ മണ്ണും തിര അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. എന്തോ നമ്മൾ പറയേണ്ടത്. തുടർന്ന് പോലീസും സ്ഥലത്തെത്തി. എന്നാൽ വാഹനം കരയ്ക്ക് കയറ്റുവാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു. ഒടുവിൽ JCB കൊണ്ടുവന്ന വാഹനത്തിൽ കെട്ടിയാണ് ഉയർത്തി കരയിലെത്തിച്ചത്. മയ്യനാട് മുക്കം ബീച്ചിൽ ഇത്തരത്തിലുള്ള സാഹസിക പ്രവർത്തനങ്ങളിൽ പലരും ഏർപ്പെടാറുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ചവറ കരുത്തുറയിൽ കടൽക്കയറ്റം. IRE മണൽ ഖനനം നടത്തുന്ന പ്രദേശത്താണ് കടൽക്കയറ്റം രൂക്ഷം. 3 വീടുകൾ അപകടാവസ്ഥയിൽ. 40 മീറ്ററോളം ഭാഗം കടലെടുത്തു. കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. ശാസ്താംകോട്ട പോരുവഴിയിൽ മരം വീണ് പിക്കപ്പ് വാൻ തകർന്നു. വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. അഞ്ചലിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. സ്ത്രീകൾ ലോകത്തെയും ജീവിതത്തെയും കാണുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വനിതാ ചലച്ചിത്രമേള ഉപകരിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. സിനിമ സാമൂഹിക ചരിത്രത്തിന്റെ ദൃശ്യരേഖയാണെന്നും മന്ത്രി. കൊട്ടാരക്കരയിൽ വനിതാ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തുടക്കം. ചോർന്നൊലിച്ച് ചവറ മിനി സിവിൽ സ്റ്റേഷൻ. കെട്ടിടത്തിന് മുകളിൽ നിന്നുള്ള വെള്ളം വിവിധ ഓഫീസുകളിലേക്ക് ഒലിച്ചിറങ്ങുന്നു. വെള്ളക്കെട്ട് ഓഫീസുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.